നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ചിരിക്കുകയാണ്. വെറുതെ ചിരിക്കുകയല്ല, ആഹ്ലാദത്തോടു കൂടിയുള്ള പൊട്ടിച്ചിരി. രണ്ടാഴ്ച മുമ്പ് വരെ CPM ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ മകനുമായി ബന്ധപ്പെടുത്തിയ ആരോപണങ്ങൾ, മന്ത്രിമാർക്കെതിരെയുള്ള റിവേഴ്സ് ഹവാല ആരോപണങ്ങൾ, ഇതെല്ലാം ചേർന്ന് CPM ചെറിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു വരുംതോറും വീണ്ടും രാഷ്ട്രീയമായ പ്രതിസന്ധികൾ CPMന് ഇതുമൂലം ഉണ്ടാകുമെന്ന സൂചനയും ലഭിച്ചു. എന്നാൽ ഇന്ന് പത്രസമ്മേളനം നടത്തിയ പിണറായി വിജയനെ അത്യന്തം ആത്മവിശ്വാസമുള്ളവനായിട്ടാണ് കാണപ്പെട്ടത്. കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന വിഷയങ്ങൾ വലിയ തോതിൽ ആ പാർട്ടിയെ ബാധിക്കുന്നുണ്ടെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് പിണറായി വിജയന് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സുസ്മേരവദനായി ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞത്. കോൺഗ്രസ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥയിൽ നിന്നും ഉടൻ തന്നെയൊന്നും അതിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും പിണറായിക്ക് നന്നായി അറിയാം. കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിൽ VD സതീശൻ അല്പം പുറകിലായിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഉപയോഗിച്ചുകൊണ്ട് യുവ നേതൃനിരയുടെ സഹായത്തോടെ പാർട്ടി പിടിക്കാനുള്ള നീക്കമായിരുന്നു VD സതീശൻ നടത്തിയിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ലൈംഗിക ആരോപണം ഉയരുകയും ഇതോടുകൂടി ഷാഫി പറമ്പിലും രാഹുലുമായി അദ്ദേഹത്തിന് തെറ്റേണ്ടി വരികയും ചെയ്തതോടെ ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും ഉപയോഗിച്ച് പാർട്ടി പിടിക്കണമെന്നുള്ള സതീശൻ്റെ മോഹം പാളുകയായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ മറ്റു നേതാക്കളാകട്ടെ അതിശക്തമായി സതീശനെതിരെ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റുന്ന നേതാക്കളൊന്നും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല. അതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. എന്നാൽ CPMലാകട്ടെ ഇപ്പോഴും പിണറായി കരുത്തനാണ്. പിണറായി പറയുന്നതേ ഇപ്പോഴും CPMൽ നടക്കൂ. CPMൻ്റെ നേതാക്കളെല്ലാവരും, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറം പോകില്ല. അഖിലേന്ത്യാ പാർട്ടിയും സംസ്ഥാന പാർട്ടിയുമെല്ലാം പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറം പോകാത്ത രാഷ്ട്രീയ സംവിധാനമായി മാറിക്കഴിഞ്ഞു. ഇത് പിണറായിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ജയിക്കാൻ ഏത് കാലാവസ്ഥയാണോ അനുകൂലമായത് ആ രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് പിണറായി വിജയനും CPMും വിശ്വസിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലും സീറ്റുകൾക്ക് അല്പം കുറവുണ്ടാകുമെങ്കിലും ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ. CPMനും അതേ ആത്മവിശ്വാസമുണ്ട്. നേരത്തെ പിണറായി ഭരണം പോകണമെന്നും മൂന്നാമതൊരു UDF ഭരണം വേണമെന്നുമൊക്കെ ചില CPM നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. അവരെയെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യാൻ പിണറായിക്ക് പറ്റി. ഇപ്പോൾ ഇതാ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പ്രക്ഷുബ്ധാവസ്ഥയെ പരമാവധി മുതലെടുക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം. ബോംബ് പൊട്ടിക്കുമെന്ന് VD സതീശൻ പറഞ്ഞെങ്കിലും അതൊന്നും പിണറായി വിജയന് രോമത്തിൽ പോലും ഏശിയില്ല. കാരണം ബോംബുകൾ എത്ര കണ്ടിരിക്കുന്നു എന്ന മനോഭാവമാണത്രേ പിണറായിക്ക് ഉള്ളത്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിലും ശക്തമായി പിണറായിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ ഒരു പുതിയ ആത്മവിശ്വാസവുമായി CPM ഒരുങ്ങുകയാണ്. പിണറായി വിജയന് ചിരിക്കാൻ അനവധി കാരണങ്ങളുണ്ട്. എന്നാൽ UDFനും കോൺഗ്രസിനും സങ്കടപ്പെടാനുള്ള കാരണങ്ങളാണ് കൂടുതലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള ആരോപണം അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത്രയേറെ ദുർബലമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. മുസ്ലിം ലീഗ് ആകട്ടെ വലിയ എതിർപ്പിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. തൽക്കാലം ഇലക്ഷൻ ആയതുകൊണ്ടും വിഷയം കോൺഗ്രസിനകത്തായതുകൊണ്ടും തങ്ങൾ ഇടപെട്ട് ഒന്നും പറയുന്നില്ല എന്നാണ് അവർ പറയുന്നതെങ്കിലും ലീഗിന് കോൺഗ്രസ് ദുർബലമാകുന്ന കാര്യത്തിൽ കടുത്ത അസംതൃപ്തി തന്നെയുണ്ട്. ഇങ്ങനെ പോയാൽ അടുത്ത തവണ ഭരണം പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഭയം പോലും ലീഗിനുണ്ട്. അതാണ് KC വേണുഗോപാൽ വരട്ടെ എന്നൊക്കെ അവർ പറയുന്നത്. ഏതായാലും പിണറായി വിജയൻ്റെ നല്ല കാലം അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്ത തവണയും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിൽക്കാൻ പിണറായി വിജയന് കഴിയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. 75 സീറ്റെങ്കിലും ഈ കാലാവസ്ഥയിൽ നിലനിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയും. പിണറായി സംബന്ധിച്ചിടത്തോളം അതുമതി. അപ്പോൾ പിണറായിക്ക് ചിരിക്കാൻ അനേകം കാരണങ്ങളുണ്ടെന്ന് സാരം.